Hi, welcome to Renisha CS Edu World. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർ ലൂപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ലൂപ്സ് രണ്ട് തരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ലൂപ്സ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പും ഉണ്ട്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പും ഉണ്ട്. ഫോർ ലൂപ്പ് ഈസ് എ എൻട്രി കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് ഫോർ ലൂപ്പിൻ്റെ അകത്ത് പഠിക്കുന്നത്. The for loop is used in case whether we need to execute some part of code until given condition is satisfied. നമ്മൾ സാധാരണ ലൂപ്പിൻ്റെ അകത്ത് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗിവൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, കോഡ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടം വരെ? അണ്ടിൽ എ ഗിവൺ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ആ ഗിവൺ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സം പാർട്ട് ഓഫ് കോഡ് എന്ത് ചെയ്യും, റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു ഫോർ ലൂപ്പ് എന്ന് പറയുന്ന പ്രീ ടെസ്റ്റഡ് ലൂപ്പാണ്. പ്രീ ടെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ്ലി ചെയ്യുമെന്ന് പറഞ്ഞു. ആ റിപ്പീറ്റ്ലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതാണ് പറഞ്ഞത് എൻട്രി കൺട്രോൾ ലൂപ്പാണ് ഫോർ ലൂപ്പ്. It is better to use for loop if number of iteration is known in advance. ഫോർ ലൂപ്പ് എപ്പോഴും ചെയ്യാനായിട്ട് ബെറ്റർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐട്രേഷൻ അഡ്വാൻസ് ആയിട്ട് അറിയാവുന്ന കേസുകളിലാണ് ഫോർ ലൂപ്പ് ചെയ്യാനായിട്ട് ബെറ്റർ. ഇപ്പം നമുക്കൊരു പ്രോഗ്രാം തന്നാലും റിപ്പീറ്റഡ്ലി കണ്ടുപിടിക്കേണ്ടതാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. വൈലോ ഫോറോ ഡു വൈലോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ പ്രോഗ്രാമിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി സിൻടാക്സ്, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്താണ്? ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഇനിഷ്യലൈസേഷൻ, ഇനിഷ്യൽ വാല്യൂസ് എന്തെങ്കിലും ഉണ്ട് അത് കൊടുക്കുക, അതാണ് ഇനിഷ്യലൈസേഷൻ. നെക്സ്റ്റ് എന്താണ്? സെമി കോളൻ. നെക്സ്റ്റ് കണ്ടീഷൻ ചെക്കിങ്, കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്, ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഇതിലേതെങ്കിലും കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പം ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ ഇനീഷ്യലൈസേഷൻ ഇത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. നമ്മളൊരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്ന പോർഷനാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒറ്റ പ്രാവശ്യം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇത് ആദ്യത്തെ പ്രാവശ്യം ചെയ്തിട്ട് ഇവിടെ വന്ന് നോക്കും, കണ്ടീഷൻ ട്രൂ ആണോ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, കണ്ടീഷൻ ഇവിടെ ട്രൂ ആണോ നോക്കി, കണ്ടീഷൻ ഈസ് ട്രൂ. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ആണെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് നേരെ പോകുന്നത് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. അടുത്ത ചെയ്യുന്നത് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇതാണ് അടുത്തത് ചെയ്യുന്നത്. ചെയ്തിട്ട് ഇവിടെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് ഇവിടെ വരും, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ്. അത് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണോ നോക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെയും ചെയ്തിട്ട് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ്. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഫോൾസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഈ ലൂപ്പിൽ നിന്ന് ഇത് വെളിയിൽ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റാർട്ടിങ്ങിൽ മാത്രം ചെയ്യും. ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റാണ്. അത് ചെയ്താൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും, പിന്നെയും ഈ ഒരു സെയിം പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഇനിഷ്യലി മാത്രമാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇനിഷ്യലൈസേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്
ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഇനിഷ്യലൈസേഷൻ ആണ്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി വൺസ്. അത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ദെൻ ദ കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റ്. അതിനുശേഷം കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ആണ്, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ് ഈസ് ഫോൾസ്, ദെൻ ഫോർ ലൂപ്പ് ഈസ് ടെർമിനേറ്റഡ്. അങ്ങനെയാണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഇവാലുവേറ്റഡ് ഈസ് ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വർക്ക് ചെയ്യും. ഓക്കെ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് ആർ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ അപ്ഡേറ്റ് ചെയ്യും. മനസ്സിലായി? ഇത് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകും എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എഗെയിൻ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ ഇവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെയും ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആണെന്ന് അന്നപ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഫോർ ലൂപ്പിൻ്റെ എക്സാമ്പിൾ അല്ല, അതിന് മുമ്പ് ഫ്ലോ ചാർട്ട് ഓഫ് ഫോർ ലൂപ്പ്. അപ്പോൾ ആദ്യം ഇനിഷ്യലൈസേഷൻ കണ്ടോ, ഇത് ഒറ്റ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒറ്റ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് നേരെ കണ്ടീഷനാണ് പോകുന്നത്. കണ്ടോ, കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് വെളിയിൽ വരും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് നടത്തും. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഇത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്രിമെൻ്റോ ഡിക്രിമെൻ്റ് നടത്തും. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുക. എപ്പോഴാണോ ഫോൾസ് ആകുന്നത്, ഫോൾസ് ആകുമ്പം ഇത് എക്സിറ്റ് ആവും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർ ലൂപ്പിൻ്റെ ഫ്ലോ ചാർട്ട്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞേക്കുന്ന പ്രോഗ്രാം ഇതാണ്. പ്രിന്റ് നമ്പർ ഫ്രം 1 to 10. 1 തൊട്ടിട്ട് 10 വരെയുള്ള നമ്പേഴ്സിന് ഇത് പ്രിന്റ് ചെയ്യണം. അപ്പം ആദ്യം എന്താണ്, നമുക്ക് ഹെഡർ ഫയൽ എഴുതി. ഓക്കെ, ഫസ്റ്റ് ഹെഡർ ഫയൽ #include stdio.h. ദെൻ നമ്മുടെ മെയിൻ ആണ്, വോയിഡ് മെയിൻ ആണ്. വോയിഡ് മെയിൻ ഓർ ഇൻറ്റ് മെയിൻ എഴുതുക. ഇൻറ്റ് മെയിൻ, പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ. നമുക്ക് പിന്നെ 1 to 10 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെ വേണം? പ്രിന്റ് ചെയ്യണം. അപ്പം ഐയുടെ വാല്യൂ ആദ്യം ഇൻറ്റ് ഒരു നമ്പറിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പം അതാണ് ഇൻറ്റ് ഐ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? ഫോർ ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ 11, ഐ പ്ലസ് പ്ലസ് ഓർ പ്ലസ് പ്ലസ് ഐ എന്ത് വേണേൽ കൊടുക്കാം. ഒന്നുകിൽ ഐ ലെസ് ദാൻ 11 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുക്കാം. എങ്ങനെ വേണേലും കൊടുക്കാം. ഈ രണ്ടിടത്തിൽ ഏത് കൊടുത്താലും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫോർ ലൂപ്പിനകത്ത് നമുക്ക് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഏതാണ് ഐയുടെ വാല്യൂവിനെ നമ്മൾ പ്രിന്റ് ചെയ്യിച്ചു. പ്രിന്റ് ചെയ്യിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഐയുടെ വാല്യൂ ഫസ്റ്റ് 0, ഐയുടെ വാല്യൂ ഐയെ ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഐയുടെ വാല്യൂ 1 ആണ്. അപ്പം ആദ്യം ഐയുടെ വാല്യൂ 1 വന്നു. ഐ ലെസ് ദാൻ 11 ആണോ നോക്കാം. യെസ്, കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തു, ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, ട്രൂ ആണെങ്കിൽ നമ്മളിത് ഇങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പം പ്രിൻ്റ് ഐ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഐനെ പ്രിൻ്റ് ചെയ്യുക. അപ്പം ഐ എന്ന് പറയുന്നത് ആദ്യം 1 ആണ്. 1 പ്രിൻ്റ് ചെയ്തു. 1 പ്രിൻ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഐയുടെ വാല്യൂ 1 ആയിരുന്നു. ++1 എന്ന് പറയുമ്പം ഐയുടെ വാല്യൂ 2 ആയി. കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്തു. ഐ 2 ലെസ് ദാൻ 11 ആണോ? കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കും. പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്ന ഏതാണ്? ഐയുടെ വാല്യൂ ഏതാണ്? 2 ആണ്. 2 പ്രിൻ്റ് ചെയ്യിക്കും. നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ഐ പ്ലസ് ഐ ആണ്. ഐയുടെ വാല്യൂ 3 ആയി. ഓക്കെ, കണ്ടീഷൻ ചെക്ക് ചെയ്തു. 3 ലെസ് ദാൻ 11 കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കയറും, പ്രിൻ്റ് ചെയ്യിക്കും. 3യെ പ്രിൻ്റ് ചെയ്തു. പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. നേരെ ഇങ്ങോട്ടാണ്. ഇൻക്രിമെൻ്റോ ഡിക്രിമെൻ്റ് ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇൻക്രിമെൻ്റ് ചെയ്തു. ഇൻക്രിമെൻ്റ് ചെയ്ത് 3 ആയിരുന്നു ഐയുടെ വാല്യൂ, അത് 4 ആയി. ഇവിടെ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്തു. 4 ലെസ് ദാൻ 11 കണ്ടീഷൻ ഈസ് ട്രൂ.
ട്രൂ ആണെങ്കിൽ പ്രിന്റ് ചെയ്യിക്കുക. ഏതാണ് 4 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. നേരെ പിന്നെ പ്രിന്റ് ചെയ്തിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 5 ആയി. ഓക്കെ, കണ്ടീഷൻ ചെക്ക് ചെയ്തു. 5 ലെസ് ദാൻ 11 ട്രൂ ആണ്. ട്രൂ ആണ് എന്ത് ചെയ്യും? 5നെ പ്രിന്റ് ചെയ്യിക്കും. അങ്ങനെ ഇങ്ങനെ വിചാരിക്കുക, ഐയുടെ വാല്യൂ 9 ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഇൻക്രിമെന്റ് ആയി, ഐയുടെ വാല്യൂ 9 ആയി. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. 9 ലെസ് ദാൻ 11 കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? 9നെ പ്രിന്റ് ചെയ്തു. ഇവിടെ നേരെ ഇവിടെ വന്നു. 9 ആയിരുന്നു ഐയുടെ വാല്യൂ, ഇൻക്രിമെന്റ് ചെയ്ത് 10 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 10 ലെസ് ദാൻ 11 കണ്ടീഷന് 10 ലെസ് ദാൻ 11 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ പ്രിന്റ് ചെയ്യിക്കുക. 10നെ പ്രിന്റ് ചെയ്തു. ഓക്കെ, നേരെ ഇത് ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 11 ആയി. 11 ലെസ് ദാൻ 11. ഓക്കെ, 11 ലെസ് ദാൻ 11 എന്ന് പറയുമ്പോൾ ഫോൾസ് ആണ്. ഫോൾസ് ആയി കഴിയുമ്പം ഫോർ ലൂപ്പിന് വെളിയിൽ വരും. ഓക്കെ, അപ്പോൾ ഫോർ ലൂപ്പിന് വെളിയിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1 2 3 4 5 എക്സെട്ര 10 വരെ കിട്ടും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് 1 + 2 + 3 + എക്സെട്ര + 10 ആണ്. അപ്പം നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞത് 1 2 3 പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പം 1 + 2 + ആ കിട്ടുന്ന നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഹെഡർ ഫയൽ എഴുതി, പിന്നെ മെയിൻ എഴുതി, നമുക്കിവിടെ നമ്പറും വേണം, പിന്നെ സം എന്ന് പറയുന്നത് 0യും വേണം. സം എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പം സമ്മിൻ്റെ വാല്യൂ 0 ആക്കി നമ്മൾ കൊടുത്തു. ഇനി ഈ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അപ് ടു 10 വരെ കിട്ടാനായിട്ടുള്ള ഫോർ ലൂപ്പാണ്. അപ്പം അതിൻ്റെ അകത്താണ് നമ്മൾ സം എഴുതി കൊടുക്കേണ്ടത്. കണ്ടോ, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ കൊടുത്തു. ഓക്കെ, ആ കിട്ടുന്ന റിസൾട്ട് എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യിക്കുക, റിട്ടേൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ്. അപ്പം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇൻറ്റ് മെയിൻ തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. ആദ്യം ഇൻറ്റീജർ ഇൻറ്റ് ഐയും സം ഈസ് ഈക്വൽ ടു 0യും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 0യും നമ്മൾ ഇവിടെ കൊടുത്തേക്കുവാണ്. സമ്മിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ ഇനിഷ്യലി ഏതാണ്? 1 ആണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഓക്കെ, ഇത് കണ്ടീഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്തു. ട്രൂ ആണ്. ട്രൂ ആണ് എന്ത് ചെയ്യണം? ഇങ്ങോട്ടാണ് പോകുന്നത്. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ. സമ്മിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 0 ആയിരുന്നു. ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പം 0 + 1 എന്നുള്ളത് നമുക്ക് 1 എന്ന് കിട്ടി. അപ്പം സമ്മിൻ്റെ അകത്ത് ഇപ്പം 1 എന്നുണ്ട്. ഓക്കെ, ഇനി നേരെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 2 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി. യെസ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നു. സമ്മിൻ്റെ വാല്യൂ ഓൾറെഡി സമ്മിൻ്റെ വാല്യൂ ഇപ്പം 1 ആയിരുന്നു. ആ 1ൻ്റെ കൂടെ ഐയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്യുക. ഐയുടെ വാല്യൂ ഇപ്പം 2 ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടി? സമ്മിൻ്റെ അത് 3 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, നേരെ ഇത് ഇങ്ങോട്ട് വന്നു. ഐയുടെ വാല്യൂ 2 ആയിരുന്നു, അതെന്തായി? 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കും. യെസ് ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു സം എത്രയാണ്? 3 ആണ്. ഈ കിട്ടിയ 3യുടെ കൂടെ ഈ സമ്മിൻ്റെ അകത്ത് 3 ഉണ്ട്. ഈ സമ്മിൻ്റെ അകത്ത് ഇപ്പം എത്ര കിടക്കുന്നത്? 1 + 2ൻ്റെ റിസൾട്ടാണ് സമ്മിൻ്റെ അകത്ത് കിടക്കുന്നത്. അത് 3 ആണ്. 3 പ്ലസ് ഇപ്പം എടുത്തേക്കുന്ന 3യും കൂടെ ആഡ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 6. ആ 6 ആയിരിക്കും സമ്മിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇനിയും ഐ കണ്ടീഷൻ ചെക്ക് ചെയ്തു. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ. യെസ് ആണെങ്കിൽ ഓക്കെ. അപ്പം ഇവിടെ 3 ആയിരുന്നു, ഇത് ഇങ്ങോട്ട് വന്നു. ഐയുടെ വാല്യൂ 4 ആയി. ഐയുടെ വാല്യൂ 4 ആകുന്നത് 4 ആയിട്ടാണ് ഇങ്ങോട്ട് വരിക. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കും. യെസ് ആണെങ്കിൽ ട്രൂ ആണ്. സമ്മിൻ്റെ അകത്ത് ഓൾറെഡി 6 ഉണ്ട്. 6 പ്ലസ് ഐയുടെ വാല്യൂ 4 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, 10 വന്നു. ഇനി നേരെ ഇത് പിന്നെ ഇങ്ങോട്ട് പോയി. ഐയുടെ വാല്യൂ 4 ആയിരുന്നു, അത് ഇൻക്രിമെൻ്റ് ആയി 5 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ സമ്മിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 10 ആണ്. 10 പ്ലസ് ഐയുടെ വാല്യൂ 5 ഇറ്റ് ഈസ് ഈക്വൽ ടു 15. പിന്നെയും ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 6 ആയി. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. ഇത് ഇങ്ങോട്ട് വന്നു. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ.
സമ്മിൻ്റെ അത് 15 ആണ്. 15 പ്ലസ് 6 ഇറ്റ് ഈസ് ഈക്വൽ ടു 21. സമ്മിൻ്റെ അത് 21 ആയി. നേരെ ഇത് ഇങ്ങോട്ട് വന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി. ഐ 7 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആയി. ട്രൂ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വരും. ഓൾറെഡി 21 ആണ് ഇതിൻ്റെ അത് കിടക്കുന്നത്. 21 പ്ലസ് 7 ഇറ്റ് ഈസ് ഈക്വൽ ടു 28. നേരെ ഇത് ഇങ്ങോട്ട് പോയി. ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 8 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. ഇവിടെ വന്നു. 28 ആണ് സമ്മിൻ്റെ അകത്തുള്ളത്. 28 പ്ലസ് 8 ഇറ്റ് ഈസ് ഈക്വൽ ടു 36. ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി. ഇവിടെ വന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. കണ്ടീഷൻ ട്രൂ ആണ്. സമ്മിൻ്റെ അകത്ത് ഓൾറെഡി 36 ഉണ്ട്. 36 പ്ലസ് 9 ഇറ്റ് ഈസ് ഈക്വൽ ടു 45. ഓക്കെ, 45 ആണ്. ഇനി ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 10 ആയി. കണ്ടീഷൻ വന്നു. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. കണ്ടീഷൻ ട്രൂ ആയി. ഇത് ഇങ്ങോട്ട് വന്നു. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ആയി. 45 പ്ലസ് 10 ഇറ്റ് ഈസ് ഈക്വൽ ടു 55. ഓക്കെ, ഈ 55 ആണ് സമ്മിൻ്റെ അകത്തുള്ളത്. ഇനി ഇവിടെ വന്നു. ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 11 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾസ്. ഫോൾസ് ആണെങ്കിൽ ഈ ലൂപ്പിൻ്റെ വെളിയിലോട്ടാണ് വരുന്നത്. അപ്പോൾ സമ്മിൻ്റെ അകത്ത് ഇപ്പോൾ എത്രയാണോ വാല്യൂ അത് പ്രിന്റ് ചെയ്യും. അപ്പം നമുക്ക് റിസൾട്ട് സം ഈസ് ഈക്വൽ ടു 55 എന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കിട്ടുക. സം ഈസ് ഈക്വൽ ടു 55. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചത് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്, അതിൻ്റെ ഫ്ലോ ചാർട്ട് എക്സാമ്പിളാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.